ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എണ്ണ ഉപയോഗം കുറയ്ക്കണം, ഒപ്പം തന്നെ സ്വർണം ഒരു വർഷത്തേക്ക് വാങ്ങുന്നതിൽ നിന്നും മാറണം, അതുപോലെ തന്നെ വിദേശത്ത് ഉള്ള യാത്രകൾ, ഈ വിനോദസഞ്ചാരത്തിനും മറ്റും പോകുന്ന യാത്രകൾ ഒരു വർഷത്തേക്കെങ്കിലും മാറ്റിവെക്കണം. നമ്മുടെ ഈ കരുതൽ ധനശേഖരണം ഇല്ലെങ്കിൽ ആ കരുതൽ നാണയ ശേഖരത്തിന് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ പശ്ചിമേഷ്യ ആകെ കലങ്ങി പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഭാവിയിൽ വലിയ എണ്ണ പ്രതിസന്ധി വന്നേക്കാം. നിലവിൽ നമ്മുടെ രാജ്യത്ത് 60 ദിവസത്തേക്കുള്ള എണ്ണ ശേഖരം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ വരവ് ഗണ്യമായി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഹോർമുസ് കടലിടുക്കിൽ പ്രതിസന്ധി രൂക്ഷമാവുകയും അതൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ് എങ്കിൽ എണ്ണ ഒട്ടും തന്നെ ലഭിക്കാത്തൊരു സാഹചര്യം വരും. നിലവിൽ നമ്മൾ 45 to 60% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ നിന്നാണ്. 2025-26 മാത്രം 45 to 55% ക്രൂഡ് ഓയിൽ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു. ഇപ്പോൾ അത് വളരെ കുറഞ്ഞിരിക്കുന്നു, ഒരുപക്ഷെ നിലച്ചു പോയേക്കാം. മോദി പറഞ്ഞതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുന്ന ആ വാർത്ത പുറത്തു വരും, ഗാർഗെ ദ്വീപിന് സമീപത്ത് വലിയ രീതിയിൽ ക്രൂഡ് ഓയിൽ കടലിലേക്ക് ഒഴുകുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് 80,000 ബാരൽ ക്രൂഡ് ഓയിലാണ് ഇപ്പോൾ കടലിലേക്ക് കലർന്നതായിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഗാർഗെ ദ്വീപ് എന്ന് പറയുന്നത് ഇറാന്റെ 90% എണ്ണ കയറ്റുമതി ചെയ്യുന്ന സംഭരണശാലകൾ അടങ്ങിയ ഒരു ദ്വീപാണ്. ഇവിടെ അമേരിക്ക ഒരു ആക്രമണം നടത്തിയോ, ഇറാന്റെ ഏതെങ്കിലും എണ്ണ സംഭരണശാലകൾക്ക് കേടുപാട് വരുത്തിയോ, ആ എണ്ണയാണോ കടലിലേക്ക് ഒഴുകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇനി ഇറാൻ ഈ ഉൽപാദനം നിർത്താൻ കഴിയാതെ നിറഞ്ഞു കവിഞ്ഞ എണ്ണ സംഭരണശാലയിൽ നിന്നും അവരുടെ ക്രൂഡ് ഓയിൽ അവർ തന്നെ കടലിലേക്ക് ഒഴുക്കിക്കളഞ്ഞതാണോ എന്നുള്ള ഒരു ചോദ്യവും ഉയർന്നു. നിലവിൽ ഇറാന്റെ ഈ എണ്ണ സംഭരണശാലകളുടെ മുഴുവൻ കപ്പാസിറ്റി 12.3 കോടി ബാരലുകളാണ്. ഇത് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടാകും. ഉൽപാദനം നിർത്താൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ അത് തുറന്നു വിട്ടതാകാം. മൂന്നാമത് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഇറാന്റെ പൈപ്പ് ലൈനുകളിൽ അമേരിക്ക ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ വരുത്തി ആ എണ്ണയാകും ഒഴുകുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നരേന്ദ്രമോദി ഒന്നും കാണാതെ ഒന്നും രാജ്യത്തോട് പറയാറില്ല. അദ്ദേഹം എണ്ണ ഉപയോഗം കുറയ്ക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ഖാർഗെ ദ്വീപിൽ നിന്നുള്ള എണ്ണ കടലിലേക്ക് ഒഴുകി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുകിൽ ഒരു വലിയ തകർച്ച നേരിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇറാൻ അത് ഒഴുക്കി കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വലിയൊരു എണ്ണ പ്രതിസന്ധിയായിരിക്കും നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും കാത്തിരിക്കുന്നത്. അതിന് മുൻകരുതൽ എന്ന നിലയിലാണെന്നല്ല അദ്ദേഹം അത് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളം.